എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഇന്നലെ ലൈവില് ആദില നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് വരെയാണ് പോന്ന് വിചാരിച്ചിരുന്നോ നീ? അപ്പോൾ ആദില ഞാൻ വിചാരിച്ചിരുന്നു. ഞാനും അഭിലാഷും പോകുന്നാണ് വിചാരിച്ചിരുന്നത്. അതിലെന്തായാലും ഒരാൾ പോയി. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അഭിലാഷ് പോകുമെന്ന് നീ വിചാരിച്ചല്ലേ? അപ്പോൾ ആദില പറയുന്നു, അതെ ഞാൻ വിചാരിച്ചിരുന്നു. നമ്മളിലിപ്പോൾ ഒരാൾ പോയി. അപ്പോൾ ആദില ചോദിച്ചു, ഇനി അടുത്ത ആഴ്ച ഞാൻ പോവായിരിക്കുമോ? അപ്പോൾ ഷാനവാസ്, അല്ല അതെനിക്ക് അറിഞ്ഞൂടാ. അതാണ് അടുത്ത ആഴ്ച പോയില്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു പോയില്ല എന്ന് പറയും. പക്ഷേ മുൻകൂട്ടി ചോദിച്ചാൽ പറയാൻ അറിയില്ല. അപ്പോൾ ഷാനവാസ്, അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരാഴ്ചത്തെ നിന്റെ ഇവിടുത്തെ പ്രകടനം പോലെ ഇരിക്കും അടുത്ത ആഴ്ച നിൽക്കുമോ പോവോ എന്നൊക്കെ ഉള്ളത് എന്നാണ് ഷാനവാസ് പറഞ്ഞത്. സോ ആദില ഡേഞ്ചറസ് സോണിൽ തന്നെയാണ്. കാരണം ഈ നൂറയും ആദിലയും ഒന്നിച്ച് നോമിനേഷനിൽ വന്ന ആദില ചിലപ്പോൾ വെളിയിലാവും. കാരണം ഇത്തവണ നൂറ നോമിനേഷനിൽ ഇല്ലായിരുന്നു. അടുത്ത ആഴ്ച അങ്ങനെ ആയിരിക്കില്ല. ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണ്. നമ്മുടെ പുഞ്ചിരി മത്സരത്തിലെ മത്സരാർത്ഥി സാബുമാന് വരെ ഭയങ്കര ഫാൻസ് ഉണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ആദിലയുടെ ഒക്കെ കാര്യം കണ്ട് തന്നെ അറിയണം കോശി. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.